ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ റീസെൻറ്റ് 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് കാണാനാണ് ഇഷ്ടമെന്ന്. ആൻഡ് മോസ്റ്റ്ലി വന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇനി നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് കണ്ട് മടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയണം, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി ട്രൈ ചെയ്യാം. ബട്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ സ്കിൻ കെയർ, മേക്കപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സജഷൻസ് ഒക്കെ വന്നു. ബട്ട് അതൊക്കെ ഞാനിപ്പോൾ ഈ റൂമിൽ ഒന്ന് സെറ്റ് ആക്കുന്നുള്ളൂ. ഞാൻ ഈ റൂം ഒന്നും ഡെക്കർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയും ഫർണിച്ചേഴ്സ് വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ലുക്ക് ആയതിന് ശേഷം ഹോം ടൂർ ചെയ്യാനും ബാക്കിയുള്ള എന്തെങ്കിലും സജഷൻസൊക്കെ നിങ്ങൾ പറഞ്ഞത് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാമെന്നല്ല, എന്തായാലും ചെയ്യാം. അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ട് എൻ്റെ മൂഡ് അത്ര ശരിയല്ല. എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റീസണൊന്നുമല്ല, റീസണൊന്നും അറിയില്ല. ബട്ട് ഒരു ഗ്ലൂമി ഡേ ആയിരുന്നു. ബട്ട് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡേനെ കംപ്ലീറ്റ്ലി ഒരു ബാഡ് ഡേ ആക്കി മാറ്റുകയല്ലാതെ അതിനെ നമ്മളൊരു പോസിറ്റീവ് ഡേ ആക്കി മാറ്റാനല്ലേ ശ്രമിക്കേണ്ടത്. അങ്ങനെ ഞാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണെന്ന്. സോ വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഞാൻ തലേന്ന് നൈറ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഡിന്നറിനും എടുത്തു, അതുപോലെ പിറ്റേന്നത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ തന്നെ അതാണ് കഴിച്ചത്. പിന്നെ ഈ സ്റ്റൈൽ ഓഫ് ഒരു ചിക്കൻ കറി ഇതൊരു ഹൈദരാബാദി സ്റ്റൈലാണ്, വിത്ത് ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീവ്സ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ആൻഡ് നമ്മളുടെ റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന കേരള സ്റ്റൈൽ ചിക്കൻ കറിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആണ്. ബട്ട് ടേസ്റ്റ് ആൻഡ് ഔട്ട്കം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ഗ്ലൂമി ഡേനെ ഞാനിങ്ങനെ ബെറ്ററാക്കി കൊണ്ടുവരാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതല്ല, നെക്സ്റ്റ് ഒരു ഫ്ലാറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റ് വരെ. സോ അവിടെ പോയി. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട്, മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു ബ്ലഷും ലിപ്സ്റ്റിക്കും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ്, എൻകറേജ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. ആൻഡ് ഇത് ഒരു ഡോട്ട് ഇടുമ്പോൾ തന്നെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, അതുപോലെ നന്നായിട്ട് ലാസ്റ്റും ചെയ്യും. അടിപൊളി ബ്ലഷാണ്, നമുക്ക് കുറേ കാലം യൂസ് ആക്കാൻ പറ്റും. കുറച്ച് പ്രൈസ് ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല വേർത്താണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ഭയങ്കര ഹെവി ആയിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹാലാക്ക് ഫുഡ് കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു മുട്ട പൊരിച്ചിട്ട് ഇങ്ങനെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇത് കഴിയുമ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ വെറും വയറ്റിൽ കിടക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മുട്ട പൊരിച്ചിട്ട് കഴിച്ചു. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപിൽ ശർമ്മ ഷോ. ഞാൻ ഇങ്ങനെ കണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ചിരിച്ച്
ചിരിച്ച് പറയുന്ന ഒരു ഷോ ആണ് കേട്ടോ അത്. കാരണം അടിപൊളിയാണ്. ഞാൻ പണ്ട് തൊട്ടേ കാണാറുണ്ട് കേട്ടോ ആ ഷോ. അപ്പോൾ ഇപ്പോൾ അത് നെറ്റ്ഫ്ലിക്സിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ കുറേ എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സെലിബ്രിറ്റീസ് വരുമ്പോൾ മാത്രമാണ് ഞാൻ സ്കിപ്പ് ചെയ്യാറുള്ളൂ. ബാക്കി ഞാൻ കൂടുതൽ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയിൽ എനിക്കിപ്പോൾ കുറേ പേരായി ചോദിക്കുന്നതാണ് ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ, എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പുള്ളിക്ക് വർക്ക് ഉള്ള കാരണം ഡേ ടൈമിലൊന്നും പുള്ളി ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് വീഡിയോസിലെ കാര്യങ്ങളിലൊന്നും അങ്ങനെ വരാത്തത്. അപ്പോൾ ഞാൻ ഹലാനെ ഉറക്കിയിട്ട് ഞാനൊന്ന് നൈറ്റിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പണി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ചിക്കനോടെ കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രിഡ്ജിലെ ചിക്കൻ സീസൺ അവസാനിച്ചിരിക്കുന്നു. കാരണം നന്നായിട്ട് മടുത്തിട്ടുണ്ട് ചിക്കൻ കഴിച്ചിട്ട്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വിശന്നിട്ടോ. കാരണം നേരത്തെ ഫുഡ് കഴിക്കാണ്ട് കിടന്നുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേഗം ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിൻ്റെ പ്ലാൻസ് ഉണ്ട്. ആലൊക്കെ കുറച്ച് ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് ഗ്രോസറി വാങ്ങിക്കണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാം. വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയതായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി, നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുലു ധനമാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു 2 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലുലു മാളിലെത്തും. ഹാലക്ക് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് ടാഗിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ്ലി ഹാലയുടെ ഡ്രസ്സസൊക്കെ റെഡ് ടാഗിൽ നിന്നാണ് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ക്ലോത്ത്സ്, ഭയങ്കര കംഫർട്ടബിളാണ് അവർക്ക് വിയർ ചെയ്യാനായിട്ട്. പിന്നെ ബില്ലുമാണ് ഹാലയുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. എപ്പോഴും ചെറുപ്പം തൊട്ടേ ബില്ലുമാണ് ആ കാര്യത്തിൽ ബെസ്റ്റ്. കാരണം എന്നെക്കാളും നന്നായിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനൊക്കെ സെലക്ഷൻ ബില്ലിന് നന്നായിട്ട് അറിയാം. സോ അവനാണ് അതൊക്കെ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴാണ് ഇതാ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഒരു ടോയ് മസ്റ്റാണെന്നുള്ള ഒരു രീതിയിലായതുകൊണ്ട് അത് വാങ്ങിച്ച് അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ. കാരണം പെട്ടെന്ന് വാങ്ങിച്ച് തീർന്നു. ഒരുപാട് സംഭവങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. മീൽ പ്ലാനൊന്നും ഇതുവരെ പ്രിപ്പയർ ആക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്വിക്കായിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ ചെന്നു. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നൊരു സംഭവമായിരുന്നു നയൻതാരയുടെ ഡോക്യുമെൻ്ററി റിലീസാവുന്നത് നെറ്റ്ഫ്ലിക്സിൽ. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോഴും കണ്ടെടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഡോക്യുമെൻ്ററി ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് അല്ലേ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്താ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.